ക്രിക്കറ്റ് ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഹിറ്റ്മാന്റെ വമ്പൻ പ്രഖ്യാപനം. പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കാൻ രോഹിത് ശർമ്മ വീണ്ടും പാടണിയുന്നു. 2027 ഏകദിന ലോകകപ്പിൽ താൻ ഉണ്ടാകുമെന്ന് ആരാധകർക്ക് ഉറപ്പു നൽകിക്കൊണ്ട് ഇന്ത്യൻ നായകൻ കളം നിറയുകയാണ്. വിരാട് കോഹ്ലിയും രോഹിത്തും ചേർന്ന് ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഇന്ത്യയുടെ ലോകകിരീട സ്വപ്നങ്ങൾക്ക് ചിറകു നൽകുമോ? സെലക്ടർമാരുടെ കർക്കശ നിലപാടുകൾക്കിടയിലും രോഹിത് ഉയർത്തുന്ന ഈ വെല്ലുവിളി ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയൊരു കൊടുങ്കാറ്റിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഹിറ്റ്മാന്റെ ഈ മാസ തിരിച്ചുവരവിനെക്കുറിച്ച് കൂടുതൽ അറിയാം. നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും. ഇരുവരും നിലവിൽ നടക്കുന്ന T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആരാധകർ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് ഇരുവരുടെയും ഭാവി എന്താവും എന്നതാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ രോഹിത് ശർമ്മ മനസ്സ് തുറന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന ഏകദിന ലോകകപ്പിനെക്കുറിച്ചാണ് രോഹിത് ശർമ്മ നിർണായക പ്രതികരണം നടത്തിയത്. 2027 ഏകദിന ലോകകപ്പിൽ താൻ കളിക്കുമെന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ആരാധകർക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രിക്കറ്റിന്റെ ഏറ്റവും മികച്ച ഫോർമാറ്റുകളിലൊന്നായ 50 ഓവർ മത്സരങ്ങളുടെ ലോകകപ്പ് കിരീടം നേടുകയെന്നത് കുട്ടിക്കാലം മുതലുള്ള തന്റെ സ്വപ്നമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2 ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ച ശേഷം രോഹിത്തും വിരാട് കോഹ്ലിയും 50 ഓവർ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തി. കോഹ്ലിയുടെ മികച്ച ഫോം 2027 ലോകകപ്പിൽ ടീം ഇന്ത്യയിൽ അദ്ദേഹത്തിന് സ്ഥാനമുറപ്പാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ ഇതുവരെയും ആരാധകർ പോലും ഉറപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനിടയിലാണ് രോഹിത് തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയാണ് വരാനിരിക്കുന്ന 2027 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അവിടുത്തെ പിച്ചുകളുടെ ഉയർന്ന ബൗൺസും അപ്രതീക്ഷിത സ്വഭാവവും ഇന്ത്യക്ക് നിർണായകമാണ്. അതിനാൽ പരിചയസമ്പന്നരായ രോഹിത് കോഹ്ലി സഖ്യം റൺസ് നേടാനും സാഹചര്യങ്ങളെ നേരിടാനും ഇന്ത്യക്ക് ആവശ്യമാണ് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് ഓസ്ട്രേലിയൻ ഏകദിന പരമ്പരയിലൂടെയാണ് ടീമിലേക്ക് മടങ്ങിയെത്തിയത്. 2025 ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ 50 ഓവർ ഉഭയകക്ഷി പരമ്പരയായിരുന്നു ഇത്. തുടർന്ന് ഓസ്ട്രേലിയക്കെതിരെ സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും നേടി രോഹിത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ചില അർദ്ധ സെഞ്ചുറികൾ താരം നേടി. എന്നാൽ ന്യൂസിലൻഡിനെതിരെ ഫോം കണ്ടെത്താനായില്ല. നിലവിലെ സാഹചര്യത്തിൽ രോഹിതിന്റെ 2027 ലോകകപ്പ് സ്ഥാനം പരിശീലകരും BCCI മുഖ്യ സെലക്ടറും ഉറപ്പു നൽകിയിട്ടില്ല. പരിചയസമ്പന്നർക്കും കഴിവ് തെളിയിക്കണമെന്ന് അവർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ 2026 ഇംഗ്ലണ്ട് പരമ്പരയടക്കം നിരവധി പരമ്പരകൾ രോഹിതിനു മുന്നിലുണ്ട്. പ്രായം തളർത്താത്ത പോരാട്ട വീര്യവുമായി രോഹിത് ശർമ്മ 2027 കണ്ണുവെക്കുമ്പോൾ ആരാധകർക്ക് അത് ആവേശവും പ്രതീക്ഷയുമാണ്. BCCIയുടെ കടുത്ത നിബന്ധനകൾക്കിടയിലും തന്റെ പ്രകടനം കൊണ്ട് ഹിറ്റ്മാൻ ടീമിൽ ഇടമുറപ്പിക്കുമോ? കാത്തിരുന്ന് തന്നെ കാണാം. രോഹിത് ശർമ്മയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം 2027 ലോകകപ്പിൽ കളിക്കണമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.